അപ്പോൾ ഇങ്ങനെ ഡാറ്റയിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ഡാറ്റയെ ക്ലീൻ ചെയ്യുക. അതിനെ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയും. ഇതുപോലെ എന്തെങ്കിലും ഷേപ്പൊക്കെ മാറ്റുകയാണെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം മോഡലിലേക്ക് കൊടുക്കാൻ ഇപ്പോൾ ഡാറ്റ തയ്യാറായി, അതായത് ക്ലീൻ ആയി. ഇനി ഈ ഒരു ക്ലീൻഡ് ഡാറ്റ നമുക്ക് മോഡലിലേക്ക് കൊടുക്കാം. അപ്പോൾ മോഡലിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഡാറ്റേനെ നമ്മൾ ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റിംഗ് ഡാറ്റയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പിന്നെ പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഈ ഒരു ഫംഗ്ഷൻ sklearn എന്ന ലൈബ്രറിയിൽ നമുക്ക് കിട്ടുന്നതാണ്. sklearn എന്ന ലൈബ്രറിയിൽ ആണ് ഈ ഒരു ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷൻ ഉള്ളത്. കണ്ടോ, മോഡൽ സെലക്ഷൻ എന്നൊരു മൊഡ്യൂൾ ഉണ്ട്, ഒരു py ഫയൽ. അതിൽ നിന്ന് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. ആ ഫംഗ്ഷനിൽ 4 വാല്യൂസ് റിട്ടേൺ ചെയ്യും. ഞാൻ 4 വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 4 വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രെയിൻ, എക്സ്റ്റെസ്റ്റ്, വൈട്രെയിൻ, വൈടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിലേക്ക് നമ്മൾ എക്സും വൈയും 2D ആക്കി മാറ്റി എക്സും 1 ഡയമെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ പ്രൊഡിക്ഷനും നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യും. ഇതിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് സൈസ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ 25, അതായത് 25% ടെസ്റ്റിലേക്ക് എടുക്കുക. ദാറ്റ് മീൻസ് ബാക്കിയുള്ള ഡാറ്റ എല്ലാം ട്രെയിനിങ്ങിലേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടെസ്റ്റ് സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതി, ബിക്കോസ് ബാക്കി റിമൈനിങ് ഡാറ്റ ഫുള്ള് ട്രെയിനിങ്ങിലേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രെയിൻ, എക്സ്റ്റെസ്റ്റ്, വൈട്രെയിൻ, വൈടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 വേരിയബിൾ ഉണ്ട്. ഇതെങ്ങനെ ക്രിയേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് മെഷീനെ പഠിപ്പിക്കണം അല്ലേ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സിൽ കുറച്ച് ഫീച്ചേഴ്സ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്ട്രെയിനും എക്സ്റ്റെസ്റ്റും നമുക്ക് ആവശ്യമാണ് ഒരു ഫീച്ചറിൽ. അപ്പോൾ ഇത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിനെയും എക്സ്ട്രെയിനും എക്സ്റ്റെസ്റ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ വൈനെ കൂടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രെയിൻ ആക്കാൻ വേണ്ടി 80% ട്രെയിനിങ്ങിനും 20% ടെസ്റ്റിങ്ങിനും, അല്ലെങ്കിൽ 25% ടെസ്റ്റിങ്ങിനും പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീച്ചേഴ്സ് നമ്മൾ ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് വൈയും ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റ സെറ്റിൽ നിന്ന് ഫീച്ചറിനെയും, അതായത് എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിലത്തെ വൈ എന്ന പ്രിഡിക്ഷൻ കോളം മാത്രം ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് എന്ന ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ പാണ്ടാസിൽ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ സാലറി എന്ന കോളത്തിനെ മാത്രം മാറ്റിയിട്ട് എക്സിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ വെക്കും. ഇവിടെ ഒരു കോളം മാത്രമേ ഉള്ളൂ ഫീച്ചർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു DF ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിനെ, ഈ ഒരു DF ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഈ ഒരു കോളത്തിന് ഡയറക്റ്റ് ഒരു അറേ ആക്കിയിരിക്കുകയാണ് എക്സിലേക്ക്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അറേയുടെ ഷേപ്പ് ഇവിടെ റീഷേപ്പ് ചെയ്തു 2 ഡയമെൻഷനാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ എക്സിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം എക്സിലുണ്ടായിരിക്കും. പക്ഷെ വൈയിൽ എന്താണ്, ഇപ്പോൾ സാലറി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാലറി കോളം ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു റോസ് ആൻഡ് കോളംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു കോളം വാല്യൂസ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നെയിംസ് വെച്ചിട്ട് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ DF ഓഫ് സാലറി മീൻസ് സാലറിയിലുള്ള എല്ലാ വാല്യൂസും ഇവിടെ ആക്സസിബിൾ ആയിരിക്കും. അതിനുശേഷം എക്സ്ട്രെയിൻ, എക്സ്റ്റെസ്റ്റ്, വൈടെസ്റ്റ് നമ്മൾ പാസ് ചെയ്യും. ഈ ഒരു സാലറി ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഈ എക്സും വൈയും സെപ്പറേറ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. നമ്മുടെ ഡാറ്റ സെറ്റിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും സാലറി ഒരുമിച്ചായിട്ടാണ് ഉള്ളത് അല്ലേ. ഒരുമിച്ചൊരു ഡാറ്റ സെറ്റ് ആയിരുന്നു. ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സ് ആയിട്ടും സാലറി മൊത്തം വൈ ആയിട്ടും. അപ്പോൾ ഈ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫീച്ചറാണ്. ഇതിപ്പോൾ ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരെണ്ണമായിട്ട് അത് എക്സിലേക്ക് എടുത്ത് വെച്ചത്. മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ മൾട്ടിപ്പിൾ കോളംസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഫീച്ചർ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ എക്സിൽ ഉള്ളത് ആരാണ്, എക്സിലേക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എടുത്ത് വെച്ചു, വൈയിലേക്ക് സാലറിനെ എടുത്ത് വെച്ചു. എന്നിട്ട് എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, 2D ആയിട്ട് കൺവേർട്ട് ചെയ്തു. വൈ എന്തായാലും 1 ഡയമെൻഷൻ തന്നെയായിരിക്കും മോഡൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ് 2 ഡയമെൻഷൻ ആയിരിക്കും. ഇവിടെ 1 ഫീച്ചർ ഉള്ളത് കൊണ്ട് 1 ഡയമെൻഷനിലാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം മോഡൽ